ഇന്നത്തെ വചനചിന്ത യഥാർത്ഥ സ്വാതന്ത്ര്യം. ഒരിക്കൽ ഒരു സ്കൂളിൽ അധ്യാപിക ഒരു മനോഹരമായ കുട കൊണ്ടുവന്നു. വിവിധ വർണ്ണങ്ങളുള്ള കുട, അനേകം പൂക്കൾ പതിച്ച ചിത്രങ്ങൾ. ഈ കുട ഇഷ്ടപ്പെട്ടോ എന്ന് കുട്ടികളോട് ചോദിച്ചു. കുട്ടികൾ പറഞ്ഞു, മുല്ലപ്പൂ മാത്രമായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഒരു കൂട്ടം കുട്ടികൾ പറഞ്ഞു, റോസാപ്പൂ മാത്രമായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. എല്ലാം കൂടെ ഒരുമിച്ചിരിക്കുന്ന ഈ ഒരു കുട ഒരു സന്തോഷം നൽകുന്നില്ല എന്ന് പറയുവാനിടയായി. അനേകർ അഭിപ്രായം പറഞ്ഞു. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, നമ്മുടെ ആർഷഭാരതം വളരെ വ്യത്യാസമാണ്. നമ്മുടെ ഭാരതത്തിൽ പല ഭാഷക്കാർ, പല സംസ്കാരം, എന്നാൽ ജാതിമത ഭേദമില്ലാതെ എല്ലാവരും പരസ്പരം സ്നേഹിച്ച് മുന്നോട്ട് നീങ്ങുന്നു. പ്രത്യേകിച്ച് കേരളത്തിൽ വയനാടിൽ ഉരുൾപൊട്ടൽ സംഭവിച്ച ഉടനെ സഹായമായി സഹോദരങ്ങൾ ജാതിയോ മതമോ നോക്കാതെ ഐക്യതയോടുകൂടെ പരസ്പരം സഹായിക്കുന്നു, ആശ്വസിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. എല്ലാ മതക്കാരും രാജ്യത്തിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എന്നിരുന്നാലും നമ്മുടെ ആർഷഭാരതം യഥാർത്ഥമായ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടോ? സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായും ആരോഗ്യപരമായൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ അനേകർ അഭിമുഖീകരിക്കുന്നു. ഏറിയ വർഷങ്ങളായി ജനങ്ങൾ ഭാരപ്പെടുകയാണ്. മനുഷ്യരെ തകർക്കുന്നു. പലയിടത്തും വർഗീയ ലഹള സംഭവിക്കുന്നു. ടീച്ചറിൻ്റെ കുടയിൽ കണ്ട പൂക്കൾ, ഓരോ കുട്ടികളും അഭിപ്രായം പറഞ്ഞതുപോലെ മുല്ലപ്പൂ മാത്രമായിരുന്നെങ്കിൽ, റോസാപ്പൂ മാത്രമായിരുന്നെങ്കിൽ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന അനേകർ ഭാരം ചുമക്കുകയാണ്. അനേകർ ഭാരതത്തെ ചുമപ്പ് മാത്രം ഉണ്ടായാൽ മതി എന്ന് ചിന്തിക്കുന്നു. അനേകർ ഭാരതം മുഴുവനും വെള്ളയായാൽ മതി എന്ന് ആഗ്രഹിക്കുന്നു. അനേകർ ഭാരതം മുഴുവനും പച്ചയായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അനേകർ ഭാരതം മുഴുവനും കാവിയായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നൊക്കെയും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. എല്ലാ നിറങ്ങളും ഒരുമിച്ച് സ്വീകരിക്കുവാൻ നമ്മൾ മറക്കുന്നു. ആഗ്രഹമില്ലാത്ത വർഗീയത തിരഞ്ഞെടുക്കുന്നു. അവ സ്വാതന്ത്ര്യത്തിൽ നിന്ന് തകർച്ചയിലേക്ക് നടത്തുന്നു. ഒന്ന് ചിന്തിച്ചേ, നമ്മുടെ ഭാരതം ശരിക്കും സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടോ? ഭാരതത്തിൽ 130 കോടി ജനങ്ങൾ വസിക്കുമ്പോൾ 100 കോടി ജനങ്ങൾ അടിമയായി തന്നെ ജീവിക്കുകയാണ്. എന്നിട്ടും ഓരോ പൗരൻ്റെയും മൗലിക അവകാശമാണ് അവൻ്റെ സ്വാതന്ത്ര്യമെന്ന് പേപ്പറിൽ മാത്രം എഴുതപ്പെടുമ്പോൾ ഒരു ഭാഗത്ത് ധനികന്മാർ ഭാരതത്തെ വിലയ്ക്ക് വാങ്ങുകയാണ്. നമ്മുടെ സമൂഹത്തിൽ ഒന്ന് പരിശോധിച്ചേ. മദ്യം വിറ്റ് മദ്യരാജാക്കന്മാർ വാഴുകയാണ്. അവർ പ്രഭുക്കന്മാരാകുകയാണ്. എന്നാൽ അവർ നൽകുന്ന മദ്യം കുടിച്ച് നശിക്കുന്ന വലിയൊരു കൂട്ടം ജനങ്ങൾ നശിച്ചുകൊണ്ടേയിരിക്കുന്നു. പണം സമ്പാദിക്കുവാൻ വലിയ ഉയരം കൂടിയ ടവറുകൾ നിർമ്മിച്ചുകൊണ്ട് മൊബൈലിൻ്റെ റീചാർജ് വർദ്ധിപ്പിച്ച് സാധാരണക്കാരൻ്റെ സമയത്തെയും ധനത്തെയും ആരോഗ്യത്തെയും നശിപ്പിക്കുന്നു. ഇന്ന് മനുഷ്യരെ വാഗ്ദാനങ്ങൾ നൽകി തകർത്തുകൊണ്ടിരിക്കുമ്പോൾ എവിടെയാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം? ആർക്കും ആരെയും വിശ്വസിക്കുവാൻ കഴിയാത്ത കാലഘട്ടം. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മോഹന വാഗ്ദാനങ്ങൾ പറഞ്ഞ് ചതിക്കുന്ന ഒരു കൂട്ടം ജനത. അതിനാൽ യഥാർത്ഥ സ്വാതന്ത്ര്യം ആർക്കും അനുഭവിക്കുവാൻ സാധിക്കുന്നില്ല. എന്നാൽ യഥാർത്ഥ സ്വാതന്ത്ര്യം എങ്ങനെ നേടുവാൻ കഴിയും? വിശുദ്ധ വേദപുസ്തകം പരിശോധിച്ചാൽ അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 5-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ പ്രകാരം വിളിച്ചു പറഞ്ഞു, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. കർത്താവ് യേശു ക്രിസ്തു സ്വാതന്ത്ര്യം നൽകി. ക്രിസ്തു നൽകിയ സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽക്കണം. അടിമനുഖത്തിൽ പിന്നെ കുടുങ്ങിപ്പോകരുതെന്ന് തിരുവചനം വിളിച്ചു പറയുന്നു. യേശു വിശ്വസിക്കുന്ന ഒരുവനെ അടിമത്തത്തിൽ നിന്നും കർത്താവ് വിടുവിക്കും. അനേകർ പാപത്തിൽ അടിമയാണ്. അനേകർ മദ്യത്തിൽ അടിമയാണ്. അനേകർ പുകവലിക്കും ലഹരിക്കുമൊക്കെയും അടിമയായിരിക്കുമ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിനെ കർത്താവ് രക്ഷിതാവായി സ്വീകരിക്കുവാൻ തയ്യാറാണെങ്കിൽ അടിമച്ചങ്ങലകളെ പൊട്ടിച്ചുകൊണ്ട് കർത്താവ് സാക്ഷാൽ സ്വാതന്ത്ര്യം നൽകുവാനിടയാകും. ഒരു പക്ഷിയെ കൂട്ടിനകത്ത് അടച്ചിട്ടതുപോലെ ചില ബന്ധനങ്ങളാൽ നമ്മെ അടച്ചിട്ടിരുന്ന ഒരു കാലഘട്ടമുണ്ട്. എന്നാൽ ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ്
കർത്താവ് യേശു ക്രിസ്തു മാനവകുലത്തിൻ്റെ പാപപരിഹാരത്തിനായി കാലിൽ ക്രൂശിൽ മരിച്ചപ്പോൾ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റപ്പോൾ പിശാചിൻ്റെ തലയെ തകർത്ത് നമ്മെ മാനിയാക്കി യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ മുദ്രയിട്ട് നമ്മെ നല്ലൊരു മകനാക്കി മകളാക്കി കർത്താവ് മാറ്റി. കർത്താവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിക്കുന്ന നിമിഷം ക്രിസ്തു വചനം ശ്രമിക്കുന്ന താങ്കൾക്കായി നൽകിയിരിക്കുന്ന യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിപ്പാൻ സാധിക്കും. ഈ നാളുകൾ സകല അടിമച്ചങ്ങലകളെയും പൊട്ടിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആഴമായ സ്നേഹത്തെ തിരിച്ചറിയുവാൻ വചനം ശ്രമിക്കുന്ന ഏവരും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.